friends, welcome to Sagi's Kitchen. ഇന്ന് നമുക്ക് ബീട്രൂട്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. തൊലി കളയണം. നമ്മൾ എല്ലാത്തിൻ്റെയും ബീട്രൂട്ടിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കാം. ഇങ്ങനെ റൗണ്ടായി കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ വെച്ചിട്ട് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ബീട്രൂട്ട് എല്ലാം അരിഞ്ഞെടുക്കാം. ബീട്രൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വയ്ക്കാം. നമുക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാം. അതിന് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് എണ്ണയിൽ പൊട്ടുണ്ട്. അത് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കണ പകുതി സബോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി സബോള അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. അധികം ഇങ്ങനെ വഴന്ന് കിട്ടണമെന്നില്ല. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞള്, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കണ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് അരിഞ്ഞു വെച്ചിരിക്കണ സബോള ഇട്ട് കൊടുത്തു. പിന്നെ കരിവേപ്പില, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഇത് നന്നായി മിക്സ് ചെയ്യാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അടി പിടിക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ലോ ഓർ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇത് അടി പിടിക്കുന്ന ഡൗട്ടിന് ഞാൻ നേരത്തെ പറഞ്ഞു. വേണമെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് തെളിച്ചു കൊടുക്കുക, വെന്തിട്ടില്ലെങ്കിൽ. വെന്തോ നോക്കാം നമുക്ക്. അത് പകുതി വേവായിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെരുകി വെച്ചിരിക്കുന്ന നാളികേരം അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി വെക്കാം.
നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.